നിറവിലേക്ക് സ്വാഗതം. ഓരോ മണിക്കൂറും അവസാന മണിക്കൂറുകളായി കണ്ട് അധ്വാനിക്കുന്നത് പോലെ എന്നും ആത്മാർത്ഥതയോടെ അധ്വാനിക്കുക. വിശുദ്ധ ഔക്സൻഷിയൂസിന്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് നിറവാരംഭിക്കാം. ബോണി ആലപിക്കുന്ന ഗാനമാണ് ആദ്യം. കരുണ നിറഞ്ഞ പിതാവേ നീ ചൊരിയണേ നിന്നുടെ കാരുണ്യം. കരുണ നിറഞ്ഞ പിതാവേ നീ ചൊരിയണേ നിന്നുടെ കാരുണ്യം. നിന്നുടെ കരുണ ധാരകളാൽ എന്നെ കഴുകണേ നാഥാ നീ. കരുണ നിറഞ്ഞ പിതാവേ നീ ചൊരിയണേ നിന്നുടെ കാരുണ്യം. പാപക്കറകളെ എല്ലാം നീ നന്നായി കഴുകി കളയണമേ. പാപക്കറകളെ എല്ലാം നീ നന്നായി കഴുകി കളയണമേ. താതാമാമക പാപങ്ങൾ ഘോരമെന്നും നിൻ കൺമുൻപിൽ. നിന്നോടാണീ ദ്രോഹങ്ങൾ സർവം ചെയ്തതു സർവേശ. തെറ്റും കുറ്റവും എല്ലാം ഞാൻ ചെയ്തതു നിന്നുടെ തിരുമുൻപിൽ. കരുണ നിറഞ്ഞ പിതാവേ നീ ചൊരിയണേ നിന്നുടെ കാരുണ്യം. നാഥ ഒന്നു തുറക്കണമേ അലിവോടെന്നുടെ അധരങ്ങൾ. നാഥ ഒന്നു തുറക്കണമേ അലിവോടെന്നുടെ അധരങ്ങൾ. താവകഗീതികൾ പാടിടുവാൻ വ്യഗ്രത പൂണ്ടു വിറയ്ക്കുന്നു. എളിമ നിറഞ്ഞൊരു ഹൃദയത്തിൽ ഉള്ളു തകർന്നുള്ള അനുതാപം നിരസിക്കല്ലേ കർത്താവേ. കരുണ നിറഞ്ഞ പിതാവേ നീ കരുണ നിറഞ്ഞ പിതാവേ നീ ചൊരിയണേ നിന്നുടെ കാരുണ്യം. നിന്നുടെ കരുണ ധാരകളാൽ
എന്നെ കഴുകണേ നാഥാ നീ. കരുണ നിറഞ്ഞ പിതാവേ നീ, ചൊരിയണേ നിന്നുടെ കാരുണ്യം. സന്തോഷം വരുന്ന വഴികളെക്കുറിച്ചാണ് ബ്രദർ ശശി ഇമ്മാനുവേൽ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. പ്രിയമുള്ളവരെ, സങ്കീർത്തനങ്ങൾ 27:14 തിരുവചനം പറയുകയാണ്, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ നമുക്ക് നമ്മുടെ പ്രത്യാശ ദൈവത്തിൽ അർപ്പിക്കാം. തിരുവചനം പറയുകയാണ്, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. മറ്റൊന്ന്, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. പെട്ടെന്ന് തളർന്നു പോകുന്ന, മടുത്തുപോകുന്ന, നമ്മളെ വല്ലാതെ മടുപ്പിക്കുന്ന ഒരു കാലത്ത് നമുക്ക് ദുർബലരാകാതെ ധൈര്യം അവലംബിക്കാൻ നമുക്ക് നമ്മുടെ ട്രസ്റ്റ്, നമ്മുടെ ശരണം ദൈവത്തിൽ അർപ്പിക്കാം. വീണ്ടും സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നു, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. ദൈവത്തിന് വേണ്ടിയുള്ള ഒരു വലിയ കാത്തിരിപ്പ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനിവാര്യമാണ്. എല്ലാം വളരെ പെട്ടെന്ന്, എല്ലാം വളരെ ലാഘവ ബുദ്ധിയോടെ തനിക്ക് കിട്ടണം എന്ന് കരുതുന്ന ഒരു കാലം. പക്ഷെ ദൈവത്തിൽ നിന്ന് വരുന്ന അനുഗ്രഹങ്ങൾ അത് ശാശ്വതമാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നിട്ടുള്ള സമയമൊന്നും നഷ്ടമല്ല. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കാൻ, നമ്മുടെ ദൗർബല്യങ്ങളെ ബലമാക്കി മാറ്റുന്നവന് നമ്മളെ തന്നെ സമർപ്പിക്കാൻ, അതുപോലെ കർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ജീവിതങ്ങൾ ഇന്ന് തകർച്ചയുടെയും സങ്കടങ്ങളുടെയും കഥ പറയുമ്പോൾ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചിട്ട് തിരുവചനം ചോദിക്കുകയാണ്, ആരാണ് നിരാശരായിട്ടുള്ളത്? ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചിട്ട് ആർക്കാണ് പരാജയമുണ്ടായിട്ടുള്ളത്? പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നമുക്ക് ഒരു പ്രാർത്ഥനയാക്കിയിട്ട് മാറ്റാം. ദൈവത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒന്നും യാദൃച്ഛികമല്ല. നമ്മൾ യാദൃച്ഛികമെന്ന് കരുതുന്നത് ദൈവം കൃപയാക്കി, അനുഗ്രഹമാക്കി മാറ്റും. 2001 അമേരിക്കയിൽ നടന്ന വേൾഡ് ട്രേഡ് സെൻറ്റർ, അതുപോലെ പെൻറ്റഗൺ, ഇവിടെയൊക്കെ ഭീകരാക്രമണം നടന്ന ഒരു കാര്യം നമുക്കറിയാം. ഈ വലിയ ദുരന്തത്തിൽ അനേകർ കൊല്ലപ്പെട്ടപ്പോൾ ആ നാളുകളിൽ എല്ലാവരെയും ആകർഷിച്ച ഒരു വളരെ വൈറലായി തീർന്ന എന്ന ഒരു പോസ്റ്റുണ്ട്. അതിപ്രകാരമായിരുന്നു, ആ പ്രഭാതത്തിൽ പതിവ് പോലെ തൻ്റെ ഓഫീസിലേക്കും അല്ലെങ്കിൽ തങ്ങളുടെ കർമ്മമണ്ഡലത്തിലേക്കൊക്കെ ഇറങ്ങിത്തിരിച്ച ചില മനുഷ്യർ. അവർ പങ്കിടുന്നത്, ഒരാൾ പതിവ് പോലെ ഓഫീസിലേക്ക് പോകാൻ വസ്ത്രം ധരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്കോ മറ്റോ പോകുന്നതിന് മുമ്പ് തൻ്റെ കുഞ്ഞിനെ ഒന്ന് എടുത്ത് ഉമ്മ കൊടുത്തതാണ്. കുഞ്ഞ് യാദൃച്ഛികമായിട്ട് അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ മൂത്രമൊഴിച്ചു. കുഞ്ഞുങ്ങളാണല്ലോ. അങ്ങനെ ഈ വസ്ത്രം മാറാനുള്ള ആ ഒരു സമയം അദ്ദേഹം അകത്തു പോകുന്നു. അങ്ങനെ വസ്ത്രമൊക്കെ മാറി റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പതിവ് ട്രെയിൻ മിസ്സായി. അദ്ദേഹം സ്വയം പഴിച്ചു. ഓഫീസിൽ ചെന്നിട്ട് ചെയ്തു തീർക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ലേറ്റായി അദ്ദേഹം തൻ്റെ ഓഫീസിലേക്ക് നേരം വൈകിയല്ലോ എന്ന ആകുലതയുമായിട്ട് ഓടിച്ചെല്ലുമ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർക്കപ്പെടുകയും തൻ്റെ ഓഫീസിലിരുന്ന കെട്ടിടം തീയാളി കത്തുകയും ചെയ്യുന്ന അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. മറ്റൊരാളുടെ അനുഭവം, തൻ്റെ ഓഫീസിലേക്കുള്ള യാത്രാമധ്യേ ഒരു ദേവാലയം കണ്ടപ്പോൾ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കണം എന്നൊരാഗ്രഹം തോന്നുന്നു. അദ്ദേഹം പതിവിന് വിപരീതമായി വാഹനം പാർക്ക് ചെയ്ത് ആ ദേവാലയത്തിൽ കയറി ചെന്ന് കുറച്ച് സമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിശബ്ദമായി കാത്തിരുന്നു, പ്രാർത്ഥിച്ചു. ഇനി മൂന്നാമതൊരാൾ, അദ്ദേഹം തൻ്റെ ഓഫീസിനകത്തിരിക്കുമ്പോൾ കാലിന് ഏറ്റ ഒരു
മുറിവ്, ഏതോ പുതിയ ഒരു ചെരുപ്പ് ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ടോ മറ്റോ വന്ന ഒരു ചെറിയ മുറിവ് അദ്ദേഹത്തെ അലോസരപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന് തോന്നി തൊട്ട് താഴെയുള്ള ക്ലിനിക്ക് വരെ പോയിട്ട് ഒന്ന് ഡ്രസ്സ് ചെയ്തിട്ട് വരാം. അതിനുവേണ്ടി അദ്ദേഹം തൻ്റെ ഓഫീസ് വിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇവരൊക്കെ പിന്നീട് പറയുകയാണ്, ജീവിതത്തിൽ സംഭവിക്കുന്ന കുഞ്ഞു കാര്യങ്ങൾ നിസ്സാരമെന്ന് നമ്മൾ കരുതുന്നത് ദൈവം മറ്റ് ദൈവിക പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റും. പ്രിയമുള്ളവരെ, ഒരു കുഞ്ഞു വസ്ത്രത്തിൽ മൂത്രമൊഴിക്കുന്നത്, ഒരു ദേവാലയം കാണുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നത്, അതുപോലെ ഒരു പുതിയ ചെരുപ്പ് വാങ്ങി എൻ്റെ കാല് പൊട്ടുന്നതൊക്കെ തീർത്തും നിസ്സാരമായ കാര്യമാണ്. ഈ നിസ്സാരതകളെ, ഈ യാദൃച്ഛികതകളെ ദൈവം അനുഗ്രഹമാക്കി മാറ്റുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കടന്നുപോകുന്ന പരാജയങ്ങൾ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ തീർത്തും അപ്രധാനമെന്ന് തോന്നുന്ന രീതിയിലുണ്ടാകുന്ന ചില അനുഭവങ്ങൾ, അത് നന്മയായും അനുഗ്രഹമായിട്ടും നല്ലവനായ ദൈവത്തിന് മാറ്റാൻ കഴിയും. തിരുവചനം നമുക്ക് ഓർക്കാം, കർത്താവിൽ പ്രത്യാശയർപ്പിക്കുക, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുക, കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. വിക്ടോറിയ ലൂയിപ്പെക്ക് എന്ന് പറയുന്ന ആ പ്രൊഫസറെ ദൈവത്തിൻ്റെ കാരുണ്യം തിരിച്ചറിഞ്ഞ മാത്രയിൽ അവരുടെ ജീവിതത്തിൽ അവരന്നു വരെ അനുഭവിക്കാത്ത ഒരു ആത്മസംതൃപ്തി സ്വന്തമാക്കി ജീവിതം കൂടുതൽ അനുഗ്രഹവും സന്തോഷമുള്ളതാക്കി മാറ്റിയതുപോലെ നമ്മുടെയും ജീവിതങ്ങളെ നമുക്ക് ക്രമീകരിക്കാം. ആമേൻ. ഈശോ എൻ ജീവാദിനായക എന്ന ഗാനവുമായി അജോയാണ് നിറവിൽ നമ്മോടൊപ്പം ചേരുന്നത്. കേൾക്കാം, ആസ്വദിക്കാം. ഈശോയൻ ജീവാധിനായക, എൻ ആശകൾക്കാരാധ്യനായ നാഥ. ഈശോയൻ ജീവാധിനായക, എൻ ആശകൾക്കാരാധ്യനായ നാഥ. നീയൻ സർവവുമെന്ന് ഓർത്തിടുമ്പോൾ ഹായൻ ഹൃദയം തുടിച്ചിടുന്നു, ഹൃദയം തുടിച്ചിടുന്നു. ഈശോയൻ ജീവാധിനായക, എൻ ആശകൾക്കാരാധ്യനായ നാഥ. നീ തന്നെയാണെൻ്റെ ജീവശക്തി, നീയല്ലാതെ അസ്തിത്വമില്ല എന്നിൽ. നീ തന്നെയാണെൻ്റെ ജീവശക്തി, നീയല്ലാതെ അസ്തിത്വമില്ല എന്നിൽ. കണ്ണിന്നു കൗതുകം നിൻ ദർശനം, കാതിന്നു കോമള രാഗവും നീ, രാഗവും നീ. ഈശോയൻ ജീവാധിനായക,
എൻ ആശകൾക്കാരാധ്യനായ നാഥ. നാവിന്നു നൽപ്പും പുതുമധുവും നാഥാ നീയല്ലാതെ വേറെയില്ല. നാവിന്നു നൽപ്പും പുതുമധുവും നാഥാ നീയല്ലാതെ വേറെയില്ല. അത്യാശയോടെൻ്റെ ബുദ്ധി തേടും സത്യവുമായതിൻ മാർഗവും നീ, മാർഗവും നീ. ഈശോയൻ ജീവാധിനായക, എൻ ആശകൾക്കാരാധ്യനായ നാഥ. ഈശോയൻ ജീവാധിനായക, എൻ ആശകൾക്കാരാധ്യനായ നാഥ. നീയൻ സർവവുമെന്ന് ഓർത്തിടുമ്പോൾ ഹായൻ ഹൃദയം തുടിച്ചിടുന്നു, ഹൃദയം തുടിച്ചിടുന്നു. വിശുദ്ധ ഔക്സൻഷിയൂസിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഓരോ മണിക്കൂറും അവസാന മണിക്കൂറുകളായി കണ്ടധ്വാനിക്കുന്നത് പോലെ ആത്മാർത്ഥമായി അധ്വാനിക്കുക. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കരുണ നിറഞ്ഞ പിതാവേ നീ ചൊരിയണി നിന്നുടെ കാരുണ്യം. കരുണ നിറഞ്ഞ പിതാവേ നീ ചൊരിയണി നിന്നുടെ കാരുണ്യം. നിന്നുടെ കരുണ ധാരകളാൽ എന്നെ കഴുകണേ നാഥാ നീ. കരുണ നിറഞ്ഞ പിതാവേ നീ ചൊരിയണി നിന്നു